ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ഡു ചെക്ക് ഔട്ട് അതർ വീഡിയോസ് that I've made. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലോണം അറിയുന്നതുമായിട്ടുള്ള എവ്രിഡേ കാഷ്വൽ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ദാറ്റ് ഈസ് നമുക്ക് എവ്രി ഡേ ഔട്ട്ഡോർ പോകുന്ന കോളേജ് ഗോയിങ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ ആൻഡ് സ്വെറ്റ് ചെയ്യുമ്പം ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക്. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ വീഡിയോ, ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് മേക്കപ്പ് പ്രോഡക്ട്സ് എന്തായാലും യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാം ഒന്നും വാട്ടർ പ്രൂഫ് അല്ല. നമ്മളെല്ലാം കൂടി ഓവറോൾ ചെയ്ത് വരുമ്പം എനിക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മേക്കപ്പ്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, സ്കിൻ പ്രെപ്പാണ് ഫസ്റ്റ് തിങ്. ദാറ്റ് ഈസ് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഹൈഡ്രേഷൻ ആൻഡ് എത്രത്തോളം ആ ഒരു മോയ്സ്ചർ കൊടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ മുകളിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന എന്തൊരു മേക്കപ്പ് പ്രോഡക്റ്റും സ്റ്റേ ചെയ്യുള്ളൂ. എനിക്കൊരു നോർമൽ ടു ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഡ്രൈ സ്കിന്നിനുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ഇത് ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ പേര് എനിക്കറിയില്ല. ഈ പ്രോഡക്റ്റിൻ്റെ പേര് എമോളിൻ എന്നാണ്. ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. ഇതിനൊരു എനിക്കൊന്ന് ഓൺലൈൻ തന്നെ ഇതിനൊരു 300 സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പം ബിഫോർ ഗോയിങ് വിത്ത് സൺസ്ക്രീൻ ചെറുതായിട്ടൊരു മോയ്സ്ചർ സ്കിന്നിന് കൊടുക്കാനാണ് ഈ മോയ്സ്ചറൈസർ ഇടുന്നത്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ആണുള്ളത്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഐ പുട്ട് ഇറ്റ് ഇവിടെ സ്ക്രീനിൽ. ആൻഡ് ഓരോ ഇൻഗ്രീഡിയൻസ് എന്താ ചെയ്യുന്നതെന്നുള്ളതും ഐ പുട്ട് ഇറ്റ് ഓൺ ദെയർ. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു മോയ്സ്ചറൈസർ ആണോ പെട്ടെന്ന് അബ്സോർബ് ആവുന്നത് ആൻഡ് അങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാത്തത്, യൂസ് ഇറ്റ് ഓൺ യുവർ ഫേസ് ബിഫോർ സൺ. ഞാൻ മേക്കപ്പിൻ്റെ അടിയിൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും ആൻഡ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് ആസ് എ മോയ്സ്ചറൈസർ അതും നല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സൺസ്ക്രീൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സുഗാത എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇഫ് യു ഹാവ് ഓയിലി സ്കിൻ, ഐ തിങ്ക് ഈ ഒരു സൺസ്ക്രീൻ വിൽ വർക്ക് റിയലി ഗുഡ് ഫോർ യു. ബിക്കോസ് ഇത് മാറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയില്ല ഇത് ഭയങ്കര മാറ്റിഫൈയിങ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ബിക്കോസ് അൺലെസ് ഒരു സൺസ്ക്രീനിൽ സിലിക്കോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റ് ലുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ചെറുതായിട്ട് ഒരു ഡ്യൂയിനെസ് എന്തായാലും ഉണ്ടാവും. അപ്പം അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഇത്രയും ഫേസിലും ഇതിന്ന് ബാക്കിയുള്ളത് നെക്കിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ വളരെ കുറച്ച് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പും കഴിഞ്ഞു, സൺസ്ക്രീനും കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സൺസ്ക്രീനും കുറച്ച് നമ്മളെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ഫോർ ദ ബേസ് മേക്കപ്പ്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ. ഞാൻ ഇത് രണ്ടും ലോറിയലിൻ്റെ യൂസ് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ ഇത് എനിക്കിപ്പോൾ കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ സീറം ഫൗണ്ടേഷൻ. ആൻഡ് ഇത് എനിക്ക് അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ ഷെയ്ഡുമാണ്. ആൻഡ് ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് ബാലൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കൺസീലറിലേക്ക് പോകാം. കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും കുറേ നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഇഫ് നമുക്ക് നാച്ചുറൽ ലൈറ്റിൽ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു സ്റ്റുഡിയോ ലൈറ്റിൽ കുറേ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഹെവി കൺസീലർ. പക്ഷേ അല്ലാത്ത പക്ഷം യൂസ് ഓൺലി ഒരു ടൈനി ബിറ്റ്. അതും നമ്മൾ കണ്ട് ഇങ്ങോട്ട് ചെയ്യരുത്. നമ്മളിപ്പം ട്രാൻസിഷൻ വീഡിയോസിലൊക്കെ പല ഇൻ്റർനാഷണൽ ക്രിയേറ്റേഴ്സൊക്കെ ചെയ്യുന്നത് കാണാൻ നമ്മൾ ഉള്ളിൽ കൊണ്ട് കുറേ ഇങ്ങനെ തേക്കുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ നമ്മളെ കണ്ണിൻ്റെ അടിയിലുള്ള ക്രീസ് ഉണ്ടല്ലോ, നമുക്കില്ലാത്ത ടെക്സ്ചർ നമുക്ക് ഇതിനെ കൊണ്ട് തോന്നും. ലെറ്റ്സ് ആഡ് ജസ്റ്റ് എ ബിറ്റ് ഓഫ് കൺസീലർ. അപ്പോൾ ഞാൻ ഇത്രയും കണ്ണിൻ്റെ അടിയിൽ ആൻഡ് ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യാനുള്ള കൺസീലറാണ് കേട്ടോ ഇത്. ആൻഡ് ഞാൻ കുറച്ച് മാത്രം ഇവിടെ. സോ ദിസ് ഇസ് വാട്ട് ദ കൺസീലിംഗ് ലുക്സ് ലൈക്ക് ഫോർ മീ. ബിക്കോസ് എനിക്ക് എൻ്റെ എൻഡ് ഗോൾ ഇസ് നോട്ട് ടു കവർ അപ്പ് ഈ കുറേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ദാറ്റ് ഐ ഹാവ്. അത് കവറപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കളർ കറക്റ്റും ചെയ്യണം. പക്ഷേ എനിക്ക് ഇതങ്ങനെ കാണുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജനറലി നമ്മൾ നോക്കുമ്പം ഈവൺ ആയിട്ട് ആൻഡ് കുറച്ച് ഗ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്കം ആണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഫൗണ്ടേഷൻ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലോറിയലിൻ്റെ സീറം ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഒരു സമ്മർ ഷെയ്ഡാണ് കേട്ടോ. സമ്മർ ഷെയ്ഡ് പറയുമ്പോൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്. ആസ് യു ക്യാൻ സീ ഇപ്പോൾ അത് എൻ്റെ ചെസ്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് സമ്മർ ആകുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു കളർ ആയിക്കോളും. ഇത് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഇത് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഓറഞ്ച് ആക്കി കളയും ഫേസ്. ഇനി നെക്സ്റ്റ് ഇത് എൻ്റെ പാക്കിൻ്റെ ബ്രഷാണ്.
ആസ് യു കെൻ സി ഐ ഹാവ് 4 dogs. അതുകൊണ്ട് അവരിടക്ക് കൈ കിട്ടുമ്പോൾ കടിച്ച് പറിച്ചതാണ്. ഇത് പാക്കിൻ്റെ 265 ബ്രഷാണ്, ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് നല്ല സാധനം കേട്ടോ. ഇത് എത്രയോ കാലം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതുപോലും ഫോൾ ഔട്ട് ഉണ്ടായിട്ടില്ല. നല്ല പെർഫോമൻസുമാണ്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പം യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഈ ബ്രഷ് എടുത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യല്ലാന്ന്. ഇപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പം കണ്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. അതേസമയം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിലേക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ടെക്സ്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കണ്ടോ ഈ സൈഡ് ആൻഡ് ഈ സൈഡ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല. സി ഇത് നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് വേണ്ട കവറേജും കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് a bit more neat. The most important thing to note, നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ടു നോട്ട് ഇസ് ദാറ്റ് നമ്മൾ നെക്ക് മറക്കരുത്. അപ്പോൾ ഈ ബ്രഷ് തന്നെ ഇനി ബാക്കി ഉണ്ടാവും കുറച്ച് ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ നമ്മളത് താഴേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ആണ്. ഞാൻ ഐബ്രോ ഇപ്പോൾ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊരു ലിഫ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലത്തെ ഒരു ബ്രഷും ഉണ്ട്. I'm gonna do this. ആൻഡ് ചെറിയൊരു പിഗ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബ്ലാക്ക് ആണ്. ശരിക്കും പ്രിഫറബിളി യൂസ് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ എന്തെങ്കിലും ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രസ്ഡ് പൗഡർ വേർഷൻ ഓഫ് ഐ ഷാഡോ എടുത്തിട്ട് എക്സസ് ഡാബ് ഓഫ് ചെയ്തിട്ട് മെല്ലെ ഈ ഇത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്, ദാറ്റ് ഇസ് ദ ഐസ്. റെനെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഐലൈനറാണിത്. കാജലാണിത്. മിഡ് നൈറ്റ് കൂൾ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് ആസ് യു കെൻ സീ ഇറ്റ്സ് കുറച്ച് ബിഗ്. അപ്പം ഞാൻ മുകളിലും താഴെയും ടൈറ്റ് ലൈൻ ചെയ്യാണ്. ടൈറ്റ് ലൈൻ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇത്. അപ്പോൾ ടൈറ്റ് ലൈൻ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണിക്കാനാണ് ഞാൻ ഇത്. ഈ ഐസിൽ ഞാൻ എൻ്റെ അപ്പർ ഐലിഡിൽ ടൈറ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം യു കെൻ സീ ഒരു ചെറിയൊരു ഡിഫറൻസ്. ഇവിടെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ആവുന്നുണ്ട്, അതേസമയം ഇവിടെ അത്രയ്ക്കില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഡു ദിസ് സൈഡ് ടു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ടൈറ്റ് ലൈൻ ചെയ്യാണ്. പക്ഷേ ഇത് ഫുള്ള് ചെയ്യുന്നില്ല ഞാൻ, ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് ഇങ്ങനെ ഹൈലൈറ്റ് ആവുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈ നമ്മൾ ടൈറ്റ് ലൈൻ ഒക്കെ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ചുകൂടി സ്മോളർ ആവുകയാണ് ചെയ്യുക. നമ്മുടെ ഐബോൾസ് ഇല്ലേ ഇവിടെ വരെ അണ്ടർ ഐ ടൈറ്റ് ലൈൻ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആസ് യു കെൻ സീ ഐസ് ചെറുതായിട്ടൊന്ന് ലൈവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മസ്കാര. ഇത് മേബ്ലിൻ്റെ സ്കൈ ഹൈ മസ്കാര ആണ്. അപ്പം ഇത് നല്ല ഡെഫിനിഷൻ തരുന്നൊരു മസ്കാര കേട്ടോ. ആൻഡ് ഇത് വാട്ടർ പ്രൂഫാണ്, സ്വെറ്റ് പ്രൂഫാണ്. സത്യം പറഞ്ഞാൽ ഓയിൽ ക്ലെൻസർ വെച്ചിട്ട് വരെ ഇത് പുറത്ത് വരില്ല. ആൻഡ് നല്ല ഡെഫിനിഷനും കിട്ടും. അപ്പോൾ ഞാൻ ഈ സൈഡിൽ യൂസ് ചെയ്തു, ഈ സൈഡിൽ ജസ്റ്റ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ദിസ് വൺ ഐ യൂസ്ഡ് മോർ. അപ്പോൾ ഈ സൈഡും യു കെൻ സീ ദ ഡിഫറൻസ്. മസ്കാര വെച്ചിട്ടുള്ള ഈവൺ ഇറ്റ് ഔട്ട്. അപ്പം താഴെയും ജസ്റ്റ് ഒന്ന് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് താഴത്തെ ലാഷസ് മസ്കാര ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. നെക്സ്റ്റ് ഇനി ലിപ്സ് ആണ്. സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. ഹോട്ട് റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓവർ ലൈൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് റൗണ്ട് നല്ലോണം ഈ റെഡ് കൊടുക്കുകയാണ്. നമ്മൾ ലൈൻ ചെയ്യുമ്പം എപ്പോഴും എസ്പെഷ്യലി ഈ ലോവർ പോർഷനിൽ മേക്ക് ഷുവർ ദറ്റ് യുവർ ഈ സൈഡിലും ചെറിയൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ടെന്ന്. ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് എന്താ പറയുക, നമ്മൾ നടുവിൽ യൂസ് ചെയ്യുന്ന ന്യൂഡ് കളറിനെ കുറച്ചൊന്ന് പോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ന്യൂഡ് ഷെയ്ഡ് റോമാൻറ്റിൻ്റെ വിൻറ്റേജ് ടോപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഇത് സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ നല്ല ബ്ലറിങ് ആണ്. എനിക്ക് ലിപ്സിൽ നല്ലോണം ലൈൻസ് ഉണ്ട് വിസിബിളി. ആൻഡ് ഇത് ഇടുമ്പം ഇറ്റ്സ് റിയലി ബ്ലറിങ്. ഇനി ഫൈനലി ഐ എം ഗോയിങ് ടു ദ ബ്ലഷ്. ഇത് എൽഫിൻ്റെ സോഫ്റ്റ് മോവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ബ്ലഷ്. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ലോണം പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെറിയൊരു ഡോട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
ഇനി ഞാൻ യൂഷ്വലി ചെയ്യുക കൈ കൊണ്ട് തന്നെ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി ഇഫ് യു വോണ്ട് യു ക്യാൻ സെറ്റ് ഇറ്റ് വിത്ത് ഒരു പൗഡർ. അപ്പോൾ ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ കോളേജ് ബഡി. ആൻഡ് യുവർ സപ്പോർട്ട് എസ്പെഷ്യലി ദ കമൻറ്റ്സ് മീൻസ് ദ വേൾഡ് ടു മീ. ലൈക്സ് കിട്ടിയില്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഐ ലവ് ഹിയറിങ് ഫ്രം യു ഗൈസ്. 1-2 കമൻ്റ് ആണെങ്കിലും ആൻഡ് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഐ റിമെമ്പർ ദ നെയിംസ്. ഐ നോ യു ഗൈസ് എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഫോളോ അക്കൗണ്ടിലും കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു ലക്ഷ്യവും ഇല്ലെങ്കിലും ഐ വുഡ് ലവ് ടു ഹിയർ യുവർ തോട്ട്സ്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഐ വോണ്ട് ടു കെയർ. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.